സ്നേഹ കവിതയിൽ ഉയർന്ന പാലക്കാട് കുഴൽമന്ദം ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടം നാടിന് സമർപ്പിച്ചു. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് കാലത്ത് വിദ്യാർത്ഥികളും അധ്യാപകരും അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് കുഴൽമന്ദം ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനി സ്നേഹ എഴുതിയ കവിത ബജറ്റിൽ ഇടം പിടിച്ചിരുന്നു. തുടർന്ന് അഭിനന്ദനവുമായി എത്തിയ അന്നത്തെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഇടപെടലിനെ തുടർന്നാണ് സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്നേഹ എഴുതിയ ഈ കവിതയോടെയാണ് 2021 സംസ്ഥാന ബജറ്റ് അന്നത്തെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക് നിയമസഭയിൽ അവതരിപ്പിച്ചത്. തുടർന്ന് തോമസ് ഐസക് സ്നേഹയെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചപ്പോഴാണ് താൻ പഠിക്കുന്ന സ്കൂളിന് സ്വന്തമായി കെട്ടിടമില്ല എന്ന വിവരം അറിഞ്ഞത്. സ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ അന്നത്തെ മന്ത്രിയായിരുന്ന തോമസ് ഐസക് തുക അനുവദിച്ചു. പെരുങ്കുന്ന സ്വദേശി രുക്മിണി അമ്മയുടെയും മക്കളുടെയും പേരിലുള്ള 2 ഏക്കർ സൗജന്യമായി നൽകിയ ഭൂമിയിലാണ് കെട്ടിടം ഉയർന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 7.5 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച കുഴൽമന്ദം ഗവൺമെന്റ് ഹൈസ്കൂൾ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നാടിന് സമർപ്പിച്ചു. സ്കൂളിന് ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചുകൂടെ പരാമർശിച്ചു. സ്കൂളിലെ കുട്ടിയാണ് മേഘ. അവരെഴുതിയൊരു കവിത കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഐസക്കിന്റെ ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. അതിലൂടെയാണ് ഈ സ്കൂളിനൊരു കെട്ടിടം നൽകാം എന്ന് കിഫ്ബിയിൽ ബഹുമാനപ്പെട്ട തോമസ് ഐസക് തയ്യാറായത്. അതോടൊപ്പം ഭൂമി നൽകാൻ കാർത്തിയാനി അമ്മ മുന്നോട്ട് വന്നു, രുക്മിണി അമ്മ മുന്നോട്ട് വന്നു. രുക്മിണി അമ്മയുടെ കുടുംബത്തെയും രുക്മിണി അമ്മയും ഞാൻ അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. KD പ്രസേനൻ MLA അധ്യക്ഷത വഹിച്ചു. K രാധാകൃഷ്ണൻ MP, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി എന്നിവർ പ്രസംഗിച്ചു. കുഴൽമന്ദം ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ സ്നേഹയെ ആദരിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.